ഞാനിപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വെച്ചിട്ട് ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി. ഇലക്ട്രിക് സ്റ്റേഷൻ പവർ സ്റ്റേഷൻ വെക്കുന്ന സമയത്ത് അങ്ങനെ വലിയ ഒരു ഇതൊന്നും പബ്ലിക്കിൻ്റെ ഇടയിൽ വന്നിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അതിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി അഡ്വാൻസായിട്ട് നിങ്ങൾ ഗോയിസി ഇതുമായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് വരാൻ കാരണം. പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ അതിൽ ഗണ്യമായ മാറ്റങ്ങളുണ്ട്. നമുക്ക് ഓരോ സമയത്തും ഓരോ മാസത്തിലും അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്, കൂടുതൽ വാഹനങ്ങളുടെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഇത് നാളെ ഫ്യൂച്ചറിൽ ഒരുപാട് ഗുണപ്രദമാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആദ്യം ഗോയിസിനെ പറ്റി കേൾക്കുന്നത് എൻ്റെ അടുത്ത് ഇവർ വരുമ്പോഴാണ്. സെയിൽസിനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ ഒരു ഹെഡിലുണ്ട്, രഘുനാഥ്, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ രഘുനാഥായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ അതിനെപ്പറ്റി നമുക്കറിയാൻ കഴിഞ്ഞു. രഘുനാഥ് പണിക്കരറിയില്ലേ, അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രൊമോഷൻ കാര്യങ്ങളും പിന്നെ ഓൺലൈനിലൊക്കെ കയറി നോക്കുമ്പോൾ ഗോയിസിയുടെ കാര്യങ്ങളും അതിൻ്റെ സർവീസുകൾ. പക്ഷേ ഇപ്പം നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഇതില്ലാതെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് കൂടുതൽ മേഖലയിലേക്ക് ഗോയിസിയുടെ സർവീസ് സെൻ്ററുകൾ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും അത് അത്ര കണ്ട് ഒരു പോസിറ്റീവായിട്ടല്ല സംസാരിക്കുക. കാരണം ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് വരാനുള്ള സാധ്യതയാണ്. അത് ഫ്യൂച്ചറിലേക്കൊക്കെ ഇത് വരുള്ളൂ. നമ്മളിപ്പോൾ 10-15 ലക്ഷം രൂപയൊക്കെ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആകും എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ഒരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ സാധ്യതകൾ നമ്മളിപ്പോൾ ഓരോ വർഷവും ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്ന വെഹിക്കിളിൻ്റെ ഒരു സാധ്യതാ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, എല്ലാ വർഷവും വെഹിക്കിൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് ചാർജ് സ്റ്റേഷൻ്റെ എണ്ണത്തിലും വർധനവ് വരണം, മനസ്സിലായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ലോസ് ആവില്ല എന്ന് മുൻകൂട്ടി ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. പിന്നെ അതിന് കുറച്ചും കൂടി ബലം നൽകിയത് ഗോയിസി അവരുടേതായ ഒരു ഇൻഡിപെൻഡൻറ്റ്, അതായത് ഞങ്ങളൊരു മിനിമം 9,000 റുപ്പീസ് ഒരു അഷുറൻസ് അവർ തരും. അപ്പോൾ അഷുറൻസ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ബലമാണല്ലോ. അപ്പോൾ നമുക്കത് ധൈര്യമായിട്ട് അതിലേക്ക് ഇറങ്ങാമെന്നുള്ളൊരു ധാരണയിലേക്ക്. അങ്ങനെയാണ് പിന്നെ അതങ്ങനെ തുടക്കത്തിൽ തന്നെ ചെയ്യാൻ കാരണം. അത് ശരിക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സത്യത്തിൽ ഞാൻ അറിഞ്ഞേ ഇല്ല. അവർ വരുന്നു, പേപ്പറൊക്കെ ഒപ്പിട്ട് കൊണ്ടുപോയി എല്ലാം റെഡിയാക്കി എല്ലാം കഴിഞ്ഞു. പിന്നെ അങ്ങനെ എനിക്ക് വലിയ അതിൻ്റെ അകത്ത് ഒരു ബർഡനും ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിന് സഫീഷ്യൻ്റായിട്ട് സ്റ്റാഫ് ഉണ്ട്. എല്ലാവരും അതനുസരിച്ച് വരും. KCBയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ പേപ്പർ കൊണ്ട് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയി എല്ലാം അങ്ങോട്ട് എല്ലാം റെഡിയാക്കി. അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഇംപ്ലിമെൻഷനിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. എല്ലാവരും പക്കയായിട്ട് ചെയ്ത് തീർത്തിട്ട് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇനാഗുറേറ്റ് ചെയ്തത്രേ ഉള്ളൂ. ഇഷ്യൂസൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ പലപ്പോഴും വരാറുണ്ട്. ചിലപ്പോൾ അവർ ഏർലി മോർണിംഗ് ഒരു 4 o'clock വണ്ടി ചാർജ് ചെയ്യാൻ വരാം. ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കാണിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ വരുമ്പോൾ സെക്യൂരിറ്റി പറയാറുണ്ട്. അപ്പോൾ അത് പലപ്പോഴും അവർ ഈ ഫോണിൽ ഇപ്പോൾ ഗോയിസിയുടെ നമ്പറിൽ തന്നെ വിളിച്ച് റെക്ടിഫൈ ചെയ്യാറുണ്ട്. ചിലത് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്തത് പിറ്റേ ദിവസം ഞാൻ വിളിച്ച് പറയാറുണ്ട്. വളരെ അപൂർവമായിട്ട് എനിക്ക് വിളിക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് അപ്പോൾ തന്നെ അവരെങ്ങനെയോ അറിഞ്ഞ്, അല്ലെങ്കിൽ ഇവർ വിളിക്കുമ്പോൾ തന്നെ അവർ വിളിക്കേണ്ടവരിക്കും. അതങ്ങനെ വിളിച്ചത് പാച്ചപ്പ് ചെയ്ത് പോകാറ പതിവ്. അങ്ങനെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും അതിന് വന്നിട്ടില്ല. ഇങ്ങനെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ഏകദേശം ഒരു ആവറേജ് വന്നു കഴിഞ്ഞാൽ ഒരു 6 കാർ 7 കാർ വരുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഏകദേശം 18,000-19,000 രൂപ അടുത്ത് നമുക്ക് മന്ത്ലി ഇതിൻ്റെ ഒരു ഇൻകം വരുന്നുണ്ട്. പിന്നെ നമുക്കത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ 9,000 അടുത്തായിരുന്നു. ഇപ്പോൾ അത് നേരെ ഡബിളായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി വണ്ടികളുടെ ഒരു ഇത് കൂടി വരികയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അഡീഷണലായിട്ട് വെക്കേണ്ടി വരും. അത് മാത്രമല്ല, നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ തന്നെ ഫ്ലാറ്റ് ഉള്ളതുകൊണ്ട് ഫ്ലാറ്റിൽ തന്നെ ഏതാണ്ട് 230 ഫാമിലി താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫ്യൂച്ചറിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഫ്യൂച്ചറിൽ 50 പേര് ഒരു 5 വർഷത്തിന് വണ്ടി എടുത്താൽ പോലും ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റില്ല. മിനിമം, മനസ്സിലായില്ലേ. 50 പേര് എന്താണെങ്കിലും വണ്ടി എടുക്കും. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എടുക്കുന്ന എല്ലാവരും ഇലക്ട്രിക് കാറായിരിക്കും എടുക്കുക. അപ്പോൾ അവരിൽ ഈ 230 പേരിൽ ഒരു 50 പേരെടുത്താൽ പോലും ഇത് മതിയാവില്ല, മനസ്സിലായില്ലേ. അപ്പോൾ അത്രയും ഒരു സാധ്യതകളുണ്ട് ഇതിന്.
സ്ഥിരമായിട്ട് ചാർജ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവിടെ സ്ഥിരമായിട്ടുള്ള വെഹിക്കിളുള്ളവരുണ്ട്. അവരങ്ങനെ ഒരു അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. കാരണം തൊട്ടടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും, അടുത്തായിരിക്കും അവർ. അതുകൊണ്ടാണ് പലപ്പോഴും ടാക്സിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് ചാർജ് ചെയ്തിട്ടാണ് പോകണം രാവിലെ തന്നെ. അതുകൊണ്ടാണ് രാവിലെ ഇത്തിരി റഷ് വരുന്നത്. അതുകൊണ്ടാണ് അവർ വണ്ടി ഓട്ടം പോകുന്നതിന് മുമ്പ് തന്നെ ചാർജ് ചെയ്തുകൊണ്ട് പോകും. അല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ തോന്നാന്ന് വെച്ചാൽ നമ്മളതെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ പോയിരുന്നുള്ളൂ. അതിൻ്റെ ഒരു ആധിക്യം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു തള്ളു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ച് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് വേണ്ടി വരുമ്പോൾ എന്തായാലും ചാർജിങ് സ്റ്റേഷൻ എണ്ണം കൂട്ടേണ്ടി വരും. പിന്നെ ഇത് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ ഫ്രാഞ്ചൈസി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണല്ലോ പ്രധാനം. ഒന്നാമത്തെ ലാഭമായിരിക്കണം, 2 അതിൻ്റെ സർവീസ് പക്കയായിട്ട് കൊണ്ടു നടക്കണം. രണ്ടും ഭംഗിയായിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടുതൽ ഫ്രാഞ്ചൈസി വയ്ക്കും. ഫ്യൂച്ചറിലേക്ക് ഫ്രാഞ്ചൈസി തുടങ്ങാൻ പോകുന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരിക്കലും ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ബിസിനസ്സിനാണെങ്കിലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഇതിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലും തുടക്കത്തിൽ പോലും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പോഴൊക്കെ പുതിയതായിട്ട് ആര് ചാർജിങ് സ്റ്റേഷൻ ഇട്ടാലും അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. റിസ്ക് ഇല്ല അല്ല, അത് അങ്ങനെ റിസ്ക് തുടക്കത്തിലേ വരുള്ളൂ. ആ തുടക്കത്തിൽ പോലും നമ്മളെ സംബന്ധിച്ചത് ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവാത്തതിന് പ്രധാന കാരണം അത് കമ്പനി തന്നെ, അത് ഗോയിസി തന്നെ നമുക്കൊരു അഷുറൻസ് ഒരു 9,000 റുപ്പീസ് ഒരു മന്ത്ലി അഷുറൻസ് അവർ തന്നുകൊണ്ട് തുടങ്ങി. പക്ഷേ അങ്ങനെ ഒരു റിസ്ക് പോലും സത്യത്തിൽ ഗോയിസിക്ക് വേണ്ടി വന്നില്ല. കാരണം അതിനുള്ള ഒരു കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അവർ ആ റിസ്ക് എടുത്തെങ്കിലും അവർക്ക് ഒരു കൈനഷ്ടം ഇല്ലാതെ വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റി അവർക്ക്.